ഹലോ. ആ കുഴപ്പമൊന്നുമില്ലല്ലേ? ശരി പ്രകാശ, വിളിച്ചാൽ മതി. ശരി. കുഴപ്പമൊന്നുമില്ലമ്മ. ഇന്നലെ രാത്രി അവളുടെ ടെൻഷനും ഉറക്കമില്ലായ്മ കാരണം പറ്റിയ സംഭവമാണ്. എന്തൊരു കഷ്ടമാണ് സുധ അവളുടെ കാര്യം. ആകെ ഒരു ഗവൺമെന്റ് ജോലിയല്ലേ അവൾ ആഗ്രഹിച്ചുള്ളൂ. നമ്മൾ ഇത്രയും പേരും ചുറ്റും ഉണ്ടായിട്ടും ആ പരീക്ഷ എഴുതിക്കാൻ പറ്റിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വാണിയമ്മക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? സമയം കഴിഞ്ഞു പോയി ദേവു, ഇനി ഓടിയെത്താൻ പറ്റത്തില്ല. അടുത്ത അറ്റംപ്റ്റ് എഴുതാലോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മ, ആവണിക്ക് തല ഇറങ്ങിയപ്പം ആദ്യം ഓടി വന്ന ആരാ അമ്മ ശ്രദ്ധിച്ചോ? മോഹനാ ഓടി വന്നു. എന്തായാലും അയാൾക്ക് അവളോട് സ്നേഹമുണ്ട്. അല്ലേലും അവനവളോട് ഒരു സ്നേഹക്കുറവുമില്ല. പിന്നെ ജോലിക്ക് വിടൂലെന്നുള്ളൂ. അത് അച്ഛൻ്റെ അതേ സ്വഭാവം. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ? ആ ഒരു കാര്യം കൂടെ കറക്റ്റ് ആയിരുന്നെങ്കിൽ ആവണിയുടെ ലൈഫ് എന്ത് ഹാപ്പി ആയിരുന്നേനെ. മോഹനേട്ടന്റെ ഇഷ്ടം പോലെ ഏട്ടത്തി ജോലിക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചാലും ഹാപ്പിയായി ജീവിക്കാലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞതാ. അഞ്ജു, നിനക്ക് ആവണിയെ തീരെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. 2 മരുമക്കളുള്ള വീട്ടിൽ ഈ കശപിശയൊക്കെ സാധാരണമാ. എന്ന് വെച്ചാലും ഇങ്ങനൊക്കെ. അങ്ങനെ ഇഷ്ടക്കുറവൊന്നും ഇല്ലേ ചേച്ചി? ആ, അതെനിക്ക് മനസ്സിലായി. ആവണിയുടെ പെയിനും ഹാർഡ് വർക്കും ഒക്കെ അഞ്ജുന് എന്താ മനസ്സിലാവാത്തെന്നറിയാവോ? എന്താ? അഞ്ജുന് ഒരു കഴിവുമില്ല, ഒരു ലക്ഷ്യബോധവും ഇല്ല. ഇതൊക്കെ ഉണ്ടേലേ അഞ്ജുന് ആവണിയെ മനസ്സിലാവും. ആ ഹലോ, ആവണി പറ. ജയിച്ചല്ലേ? പോടാ. എടാ, നിനക്കറിയോ, നീ ഒറ്റ ഒരുത്തം കാരണം ഈ വീട്ടിൽ ഞാനും ആവണി തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവണത്. നീ എത്ര തവണ ഇറക്കി വിട്ടു ഇവിടുന്ന്? എന്നിട്ട് പിന്നെ നീ എന്തിനാണ് പുറയിൽ ആവണി കാവടി എന്ന് പറഞ്ഞ പുറയിൽ നടന്നുകൊണ്ടിരിക്കണേ? ഉത്തരല്ലേ നിനക്ക്? അവന്റെ ഒരു ബെസ്റ്റ്. എടാ പോടാ, സമാധാനം താ മനുഷ്യന്. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മ. ചങ്ക തകർന്നിരിക്കുക അവളുടെ. ഒരുപാട് ആഗ്രഹിച്ചതാ പരീക്ഷ എഴുതാൻ. അമ്മേ, കഴിഞ്ഞത് കഴിഞ്ഞ്. ഇനി അതും പറഞ്ഞും ആവണീനെ വെറുതെ വിഷമിപ്പിക്കണ്ട. പാവം. അല്ല, എന്തോ പറഞ്ഞായിരുന്നെ, തടയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തടയാനാ. പിന്നെ എക്സാം എഴുതാൻ പറ്റില്ലേ? സംശയമാണ്. ഇനി അടുത്ത എക്സാം വിളിക്കണം. അപ്പോഴേക്കും ഏജ് ഓവർ ആവുമെന്നാ ആവണി പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ എമർജൻസി പോസ്റ്റിലേക്ക് PSC എക്സാം വിളിക്കണം. ഇതാണല്ലോ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഒരാൾ കഷ്ടപ്പെട്ടാൽ ആഗ്രഹിച്ചാൽ നടക്കുമെന്ന്. മോളെ, ആവണി പരീക്ഷ എഴുതാൻ ആഗ്രഹിച്ചു. ഞാൻ ആവണി പരീക്ഷ എഴുതാതിരിക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആരാണ്? ഞാനാണ്, അല്ലേ? അപ്പൊ അത് നടന്നു. അതാണ് ഈ പറഞ്ഞു വന്ന കാര്യത്തിൻ്റെ അർത്ഥം. അയ്യോ, ആവണി ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും. ഞാൻ പോയി നോക്കട്ടെ. ഇവനെ എന്തുവാ ചെയ്യണ്ടേ? ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ